അപ്പോൾ ഇത് നമ്മുടെ ബീൻസ് ആണ് കേട്ടോ. ബീൻസ് ഒക്കെ വളർന്നിട്ട് ഇതാ വള്ളിയൊക്കെ വീശി വന്നിട്ടുണ്ട്. നമ്മളിത് വിൻഡോസിലാണ് കേട്ടോ വെച്ചിരുന്നത്. ബീൻസിൻ്റെ സീഡ്സ് നമ്മൾ പാകാനിട്ടിട്ട് നമ്മൾ വിൻഡോസിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതിപ്പം പുറത്ത് നടാനുള്ള സമയം ഓൾറെഡി ആയിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല ചൂടാണ്. അപ്പോൾ പെർഫെക്റ്റ് കണ്ടീഷനാണ് ബീൻസിനൊക്കെ ഇറക്കാൻ പറ്റിയത് കേട്ടോ. അപ്പം നമ്മൾ ഈ ബീൻസ് എല്ലാം കൂടി ഇന്ന് പുറത്ത് നടാമെന്ന് വെച്ചാണ്. ഇതിൻ്റെ വള്ളിയൊക്കെ കണ്ടാൽ നന്നായിട്ട് വീശി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി അകത്ത് വെക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ ബീൻസിന് വള്ളി വീശാനുള്ള സപ്പോർട്ടൊക്കെ നമ്മളിതാ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ബെഡ് നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് അങ്ങോട്ട് നട്ടാൽ മാത്രം മതി. നമ്മൾ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ബെഡ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണേ. അപ്പോൾ നമുക്കിത് നട്ടു കൊടുക്കാവേ. അതിനാദ്യമുള്ള നമുക്ക് കുഴി ഉണ്ടാക്കാം. നമ്മളിവിടെ 4 കുഴിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് UK ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. അതൊരു ചൂടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. 7-7:30 ആവുന്നു. അപ്പോഴാണ് നമ്മളിതൊന്ന് നടാനായിട്ട് പുറത്ത് വന്നത് കേട്ടോ. കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ എന്നിട്ട് വളത്തിന് വേണ്ടിയിട്ട് ഫിഷ് ബ്ലഡ് ആൻഡ് ബോണിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാത്തിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഭയങ്കര സ്ലോലി റിലീസാകുന്ന വളമാണ്. അതുകൊണ്ടാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അടിയിൽ. അപ്പം നമ്മൾ 4 നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് പടർത്തി കൊടുക്കാവേ. അപ്പോൾ ഇച്ചുവാണ് കേട്ടോ ഇത് പടർത്തി കൊടുക്കുന്നത്. അപ്പം ഈ ബീൻസ് പടർത്താനുള്ള ഈ നെറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മളിത് ആസ്തേനാണ് കേട്ടോ വാങ്ങിയത്. ബീൻസ് പുറത്ത് നടുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്നും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പ്രോഗ്രസ്സും അതിൻ്റെ വളർച്ചയൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണിക്കുന്നതായിരിക്കും.